ഗൗതം ഗംഭീർ ഇത്തവണ മത്സരിക്കാനില്ല. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡൽഹി ഈസ്റ്റ് മണ്ഡലത്തിൽ നിന്ന് 4 ലക്ഷത്തോളം വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ക്രിക്കറ്റ് താരം ഇത്തവണ ഇല്ല എന്ന് BJP അധ്യക്ഷന് കത്തെഴുതി. അതിന് കാരണങ്ങളുണ്ട്. എന്തായാലും നമുക്ക് ആ കാര്യം വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ബാലഗോപാൽ എനിക്കൊപ്പം. ബാലു, ഗൗതം ഗംഭീർ വലിയ താരപരിവേഷത്തോടെ വന്ന് അത്രയും വലിയ താരപരിവേഷത്തോടെ വിജയിച്ച് പോയ ആളാണ്. ഇത്തവണ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന റിപ്പോർട്ടുകളിൽ ഡൽഹി ഈസ്റ്റ് മണ്ഡലത്തിൽ ഈ ഗൗതം ഗംഭീറിന്റെ പേര് പാർട്ടി പരിഗണിക്കുന്നില്ല, BJP പരിഗണിക്കുന്നില്ല എന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. BJPയുടെ ഈ ഡൽഹിയിലെ സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവോ അതല്ല എങ്കിൽ ഡൽഹിയിലെ ജനറൽ സെക്രട്ടറി ഹർഷ് മൽഹോത്രയോ ആയിരിക്കും സ്ഥാനാർത്ഥി എന്നായിരുന്നു ഈ റിപ്പോർട്ടുകളിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോഴേ തന്നെ ഏതാണ്ട് ഈ ഗൗതം ഗംഭീർ മത്സരിക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. അതിനിടയിലാണ് ഇന്ന് ഗൗതം ഗംഭീർ എക്സിലൂടെ തന്നെ ഈ രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങളിൽ പരിഗണിക്കരുത് എന്ന് ആവശ്യപ്പെട്ട് ഈ BJP ദേശീയ അധ്യക്ഷന് കത്തെഴുതിയ കാര്യം ഗൗതം ഗംഭീർ വ്യക്തമാക്കിയിരിക്കുന്നത്. ക്രിക്കറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിൽ ഒരു തീരുമാനത്തിലെത്തിയതെന്നാണ് ഗൗതം ഗംഭീർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ജനങ്ങളെ സേവിക്കാൻ വേണ്ടി തനിക്ക് അവസരം നൽകിയ പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ അമിത്ഷായ്ക്കും ഈ ഗൗതം ഗംഭീർ നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട്. 2019 ഈ ഗൗതം ഗംഭീർ ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അന്ന് അരുൺ ജെയ്റ്റ്ലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം BJP നേതാവ് എന്നതിനേക്കാൾ ഉപരിയായി ഡൽഹിയിലെ ക്രിക്കറ്റ് അസോസിയേഷന്റെ അധ്യക്ഷൻ കൂടിയായിരുന്നു. ആ ബന്ധമായിരുന്നു യഥാർത്ഥത്തിൽ ഗൗതം ഗംഭീറിനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഡൽഹി സ്വദേശിയാണ് ഗൗതം ഗംഭീർ അന്ന് ന്യൂഡൽഹി മണ്ഡലത്തിൽ മത്സരിക്കുമെന്നൊക്കെ ആയിരുന്നു റിപ്പോർട്ടുകളുണ്ടായിരുന്നത്. പിന്നീടാണ് ഈസ്റ്റ് ഡൽഹി മണ്ഡലത്തിൽ മത്സരിക്കുകയും ഈസ്റ്റ് ഡൽഹി മണ്ഡലത്തിൽ അനൂപ് ആദ്യം പറഞ്ഞതുപോലെ 3.91 ലക്ഷം വോട്ടുകൾക്ക് ഡൽഹിയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷങ്ങളിൽ ഒന്നായിരുന്നു ഗൗതം ഗംഭീർ. ഈ മണ്ഡലം നേരത്തെ മുതലേ എനിക്ക് തോന്നുന്നു 90കളുടെ തുടക്കം മുതൽ BJPയുടെ ഒരു കോട്ടയാണ് ഈ മണ്ഡലം. അതിനുശേഷം 2004-2009 സന്ദീപ് ദീക്ഷിത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. ഒരു തവണ 60% വോട്ട് സന്ദീപ് ദീക്ഷിതിന് ലഭിച്ചിരുന്നു. അന്ന് ഇന്ത്യയിൽ ഒരു കോൺഗ്രസിന്റെ തരംഗം ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പായിരുന്നു. അതെ 2009. പക്ഷേ സന്ദീപ് ദീക്ഷിതിന് പിന്നീട് വലിയ ഭൂരിപക്ഷത്തിൽ തോറ്റു. ഇത്തവണ ആം ആദ്മി പാർട്ടിക്കാണ് ഇന്ത്യ സഖ്യത്തിൽ ആ സീറ്റ് നൽകിയിരിക്കുന്നത്. കുൽദീപ് കുമാർ. അപ്പം എന്തായാലും ഈ ഗൗതം ഗംഭീർ മാറി നിൽക്കും എന്ന് പറയുമ്പം ഡൽഹിയിൽ താരങ്ങളില്ലേ ഇത്തവണ? താരമുണ്ട്. ഗൗതം ഗംഭീറിനേക്കാളും വലിയ താരമാണ് ഈ അണിയറയിൽ ഒരുങ്ങുന്നതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അക്ഷയ് കുമാറിന്റെ പേരാണ് പറയുന്നത്. അക്ഷയ് കുമാർ ചാന്ദിനി ചൗക്കിൽ ഇത്തവണ മത്സരിക്കും. ബോളിവുഡ് താരം അക്ഷയ് കുമാർ 2019 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പ്രധാനമന്ത്രിയുടെ ഇന്റർവ്യൂ കിട്ടിയ ഏക വ്യക്തി. പ്രധാനമന്ത്രി കിട്ടിയെന്ന് പറയുന്നത് പ്രധാനമന്ത്രി കൊടുത്ത അക്ഷയ് കുമാർ ഇത്തവണ മത്സരിക്കുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതായാലും ഗൗതം ഗംഭീറിനേക്കാളും വലിയൊരു താര പരിവേഷത്തോടു കൂടിയായിരിക്കും അദ്ദേഹം മത്സരത്തിലേക്ക്. സിനിമാ താരം എന്നുള്ളതിനപ്പുറത്തേക്ക് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അക്ഷയ് കുമാർ ഒരു പോസ്റ്റർ ബോയാണ്. സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഒരു പോസ്റ്റർ ബോയ് ആയിട്ടാണ് അറിയപ്പെടുന്നത്, അവതരിപ്പിക്കപ്പെടുന്നത്. അക്ഷയ് കുമാറിനെ പോലെ തന്നെ മറ്റൊരു സ്റ്റാർ കാൻഡിഡേറ്റിൻ്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് നമ്മൾ നിൽക്കുന്ന ന്യൂഡൽഹി മണ്ഡലത്തിലാണ്. സിറ്റിംഗ് MP മീനാക്ഷി ലേഖിയാണ്. മീനാക്ഷി ലേഖിക്കും ഇത്തവണ സീറ്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല, ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ. അവിടെ സുഷമ സ്വരാജിൻ്റെ മകൾ ബാൻശ്രീ സ്വരാജിനെ കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ മത്സരിക്കാനുള്ള സാധ്യതയാണ് പറഞ്ഞു കേൾക്കുന്നത്. സുപ്രീം കോടതി അഭിഭാഷകയാണ്. ഈ സുഷമ സ്വരാജിന് അർഹിക്കുന്ന ഒരു പരിഗണന നൽകണമെന്ന് പാർട്ടിക്കകത്ത് അവരുടെ കുടുംബത്തിന് നൽകണം എന്നുള്ള പാർട്ടിക്കകത്ത് വലിയൊരു വികാരം ഉണ്ട്. അതുകൊണ്ട് ഗൗതം ഗംഭീർ ഇല്ല എങ്കിലും താരങ്ങളില്ലാത്തൊരു തെരഞ്ഞെടുപ്പ് ആയിരിക്കില്ല BJPയെ സംബന്ധിച്ചിടത്തോളം ഡൽഹി. ഒരു കാര്യം കൂടി നമുക്കത് പറയുന്നുണ്ട്. ഡൽഹി മാത്രമല്ല, പഞ്ചാബിൽ നമ്മൾ കേട്ട ഒരു പേര് യുവരാജ് സിംഗ്, ഗുരുദാസ്പൂർ. പക്ഷെ യുവരാജ് സിംഗ് കഴിഞ്ഞ ദിവസം അദ്ദേഹം മത്സര രംഗത്ത് മത്സരിക്കാനില്ല എന്നും പറഞ്ഞിരുന്നു. മത്സരിക്കാൻ ഉണ്ടാവില്ല. പക്ഷേ BJP ഈ സ്റ്റാർ താരങ്ങൾ ഞങ്ങൾക്കൊപ്പം ഉണ്ട് എന്നൊരു സന്ദേശം തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് സജീവമായി നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പേരുകളൊക്കെ. ഗുജറാത്തിൽ രവീന്ദ്ര ജഡേജയുടെ പേരുമുണ്ട് പരിഗണിക്കുന്നത്. ജഡേജയുടെ ഭാര്യ അവിടെ MLA ആണ്. ജഡേജ തന്നെ പ്രചാരണത്തിന് ഉണ്ടായിരുന്നു. ജഡേജയും ഒരു BJP പോസ്റ്റർ ബോയ് എന്നുള്ള നിലയിലാണ് അവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. അതെ. രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ജഡേജയും വൈഫും ഒക്കെ ഉണ്ടായിരുന്നു. ലിസ്റ്റ് വരുമ്പോൾ മണ്ഡി, ഹിമാചലിലെ മണ്ഡിയിൽ കേൾക്കുന്നുണ്ട്. അതെ. ഏതായാലും കാത്തിരിക്കാം അല്ലേ, ലിസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് കാത്തിരിക്കാം. താരനിര ഉണ്ടാവും എന്തായാലും BJP ലിസ്റ്റിൽ.